ഹായ് എവരിവൺ, ദിസ് ഈസ് മുനീർ, ഹെഡ് ഓഫ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ്, ബ്രില്യൻ പാല. ആദ്യം തന്നെ 2026 UCDയിൽ റാങ്കുകൾ നേടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ ഒരു കൺഗ്രാജുലേഷൻ. റിസൾട്ട് വന്നതിന് ശേഷം സ്വാഭാവികമായിട്ട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും എല്ലാം സംശയം ഉണ്ടാവും. പ്രിഫറൻസ് എങ്ങനെ കൊടുക്കാം, എനിക്ക് കിട്ടിയ റാങ്ക് വെച്ചിട്ട് ഏത് കോളേജിലാണ് സീറ്റ് കിട്ടാൻ ചാൻസ് കൂടുതൽ, ലാസ്റ്റ് ഇയറിലെ ക്ലോസിംഗ് റാങ്ക് വെച്ചിട്ട് ഈ വർഷം എങ്ങനെ അനലൈസ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കോമൺ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം UCD വഴി BDS അഡ്മിഷനിൽ 7 കോളേജുകളാണ് അഡ്മിഷൻ നടക്കുന്നത്. അതിൽ IIT ബോംബെ, IIT ഡൽഹി, ഗുവാഹട്ടി, ഹൈദരാബാദ്, റൂർക്കി, ഇൻഡോർ, ജബൽപൂർ അങ്ങനെയുള്ള കോളേജുകളിലാണ് നടക്കുന്നത്. സയൻസ് സ്ട്രീമിലുള്ളവർക്ക് എല്ലാം അപ്ലൈ ചെയ്യാം. അതുകൂടാതെ IIT ബോംബെ, ഡൽഹി, ഹൈദരാബാദ്, ഇൻഡോർ എന്നിവിടങ്ങളിൽ നമുക്ക് +2 സയൻസ് അല്ലെങ്കിൽ സയൻസ് വിത്തൗട്ട് മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, അതുകൂടാതെ കൊമേഴ്സ്, ആർട്ട് ആൻഡ് ഹ്യൂമാനിറ്റീസോ പഠിച്ച വിദ്യാർത്ഥികൾക്കും അവസരമുണ്ട്. അപ്പം പൊതുവെ കാണുന്ന നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ്, കാറ്റഗറി സീറ്റ് എത്ര എണ്ണമാണുള്ളത്? മൊത്തം 245 സീറ്റാണുള്ളത്. ഓപ്പൺ കാറ്റഗറിയിൽ 94 സീറ്റ്, ഓപ്പൺ PWD 5 സീറ്റ്, EWC 25 സീറ്റ്, EWS PWD 2 സീറ്റ്, OBC NCയിൽ 63 സീറ്റ്, OBC PWD 1 സീറ്റ്, SC എടുക്കുകയാണെങ്കിൽ 34 സീറ്റ്, SC PWD 3 സീറ്റ്, ST 16 സീറ്റ്, ST PWD 2 സീറ്റ്, അങ്ങനെ 245 സീറ്റാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഒരു കോമൺ കൺസേൺ ആണ്, കഴിഞ്ഞ വർഷത്തെ ഓപ്പണിംഗ് റാങ്കും ക്ലോസിംഗ് റാങ്കും എന്താണ്, എങ്ങനെ നമുക്കത് അനലൈസ് ചെയ്യാം. അപ്പോൾ ഓപ്പണിംഗ് റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളേജുകൾ അഡ്മിഷൻ കിട്ടിയ ആദ്യ റാങ്കും, ക്ലോസിംഗ് റാങ്ക് എന്ന് പറഞ്ഞാൽ അവസാനമായിട്ട് കിട്ടിയ റാങ്കും, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ റാങ്ക് ഓപ്പണിംഗ് റാങ്കിനും ക്ലോസിംഗ് റാങ്കിനും ഉള്ളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഈ വർഷം സീറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. അപ്പം ഇതെല്ലാം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അനലൈസ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം ക്ലോസിംഗ് റാങ്ക് നോക്കുവാണെങ്കിൽ 267 റാങ്ക് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിൽ മൊത്തം എത്രയാണ്? 93 സീറ്റാണ് ഉള്ളത്. അപ്പോൾ 1ാം റാങ്ക് മുതൽ 247 വരെയുള്ള ഒരു 183 റാങ്ക് ഹോൾഡേഴ്സ് എങ്ങനെ ഉണ്ടാവും? പല കാര്യങ്ങളിലുള്ള സീറ്റ് അലോട്ട്മെൻ്റ് ആയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ സീറ്റ് ഡ്രോപ്പ് ചെയ്തവരായിരിക്കാം, NID, നിഫ്റ്റ് എന്നിങ്ങനെയുള്ള കോഴ്സുകൾക്ക് ചൂസ് ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇവർ തന്നെ കാറ്റഗറി കോട്ട അഡ്മിഷൻ എടുത്തിരിക്കാം. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാകാം. അപ്പം അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഈ വർഷം അതുപോലെ ക്ലോസിംഗ് റാങ്ക് തന്നെ ആയിരിക്കുമോ? സത്യത്തിൽ അത് നമുക്ക് കൃത്യമായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം നേരത്തെ പറഞ്ഞ 247 റാങ്ക് സീറ്റ് കിട്ടിയ ആൾക്ക് നമ്മൾ പറഞ്ഞ പോലെ പല കാറ്റഗറിയുള്ളവർ ഇതിലുണ്ടായിരിക്കാം. അതെത്രയാണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. ഈ വർഷം എത്രയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇതിൽ എത്ര പേര് ഇനി NID, നിഫ്റ്റ്, ആർക്കിടെക്ചർ, എഞ്ചിനീയറിങ് പല കോഴ്സുകൾ ചൂസ് ചെയ്യുന്നു നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഈ അലോട്ട്മെൻറ്റ് കാറ്റഗറി സീറ്റ് ഒരുപാട് പുറമേ ഉള്ളവർക്ക്, അലോട്ടഡ് സീറ്റിന് പുറമേ ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടുമോ എന്നുള്ളൊരു അൺസർട്ടനിറ്റി തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പം 63 OBC സീറ്റുകളാണ് ഉള്ളത്, കാറ്റഗറി സീറ്റ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷം നോക്കുവാണെങ്കിൽ 104 ക്ലോസിംഗ് റാങ്ക് വന്നിരിക്കുന്നത്. അപ്പം ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ 63നും ഒരു ഡബിൾ ഡിജിറ്റിലോട്ടാണ് നമ്മുടെ സീറ്റിംഗ് റാങ്ക് ക്ലോസിംഗ് വന്നിട്ടുള്ളത്. അപ്പം ഇതിലൊരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, OBC കാറ്റഗറിയിൽ നിങ്ങൾക്ക് ഇപ്പോൾ 16ാമത്തെ റാങ്കാണ് നിങ്ങൾ സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് പ്രിഫറൻസ് IIT ബോംബെ കൊടുത്താൽ സീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടോ? UCD സീറ്റ് അലൊക്കേഷൻ 2 ഫാക്ടേഴ്സ് അടിസ്ഥാനമാക്കിയാണുള്ളത്. ഒന്ന് നിങ്ങളുടെ ഫസ്റ്റ് റാങ്ക്, പിന്നെ നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ. അപ്പോൾ കഴിഞ്ഞ വർഷം IIT ബോംബെയിൽ OBC ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 13 ആയിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 13, 14, 15 റാങ്കുള്ള വിദ്യാർത്ഥികൾ IIT ഡൽഹി ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് 16ാമത്തെ ആളായിട്ട് നിങ്ങൾ വരുന്ന റാങ്കിൽ വരുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾക്ക് IIT ബോംബെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാകും. അപ്പോൾ 17ാമത്തെ റാങ്കുള്ള ആൾക്കാണെങ്കിലോ പോസിബിലിറ്റി ഉണ്ടാവില്ല, അയാൾക്ക് IIT ഡൽഹി ആയിരിക്കും കിട്ടുന്നത്. അടുത്തൊരു കൺസേൺ, ഇപ്പോൾ OBC റാങ്ക് 104 ഉള്ളൊരു കുട്ടിക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ ജബൽപൂർ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്താൽ സീറ്റ് കിട്ടുമോ? കാരണം കഴിഞ്ഞ വർഷം IIT DM ജബൽപൂരിൽ OBC ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത് 104 ആയിരുന്നു. അപ്പോൾ ജബൽപൂർ മാത്രം ഫസ്റ്റ് പ്രിഫറൻസ് ആയി കൊടുത്താൽ സീറ്റ് കിട്ടുമെന്ന് ഉറപ്പില്ല. കാരണം ഇതിൻ്റെ അർത്ഥം നിങ്ങൾ ജബൽപൂർ സീറ്റിൽ മാത്രമേ അലോക്കേറ്റ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നേ ഉള്ള 103 റാങ്കുകളുണ്ട് അവിടെ.
അവർക്ക് പ്രിഫറൻസ് കൊടുത്തിട്ടേ നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ എല്ലാ കോളേജുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പ്രിഫറൻസ് കൊടുക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് IIT ബോംബെ മോസ്റ്റ് പ്രിഫേർഡ് ചോയ്സ് ആയിട്ട് കാണപ്പെടുന്നത്? അപ്പോൾ അവിടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്, ഒരുപാട് അക്കാഡമിക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുണ്ട്, പിന്നെ നല്ലൊരു ഡിസൈൻ പെഡഗോജി ഉണ്ട്, പിന്നെ സ്ട്രോങ് ഒരു ഡിസൈൻ കൾച്ചർ ഉണ്ട്. അതുകൂടാതെ തന്നെ എക്സിബിഷൻസ്, വർക്ക്ഷോപ്സ്, പിന്നെ ഈ ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, സാംസങ് ഇങ്ങനെയുള്ള കമ്പനീസ് ആയിട്ടുള്ള സ്ട്രോങ് ഇൻഡസ്ട്രി കണക്ഷൻസ് ഉണ്ട്. ഇവിടെയുള്ള ഈ കമ്പനീസിൽ തന്നെ ഇൻറ്റേൺഷിപ്പ്, ഇൻഡസ്ട്രി പ്രൊജക്ട്സ് ഒക്കെ ചെയ്യാൻ പറ്റും, പ്ലേസ്മെൻ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ അവിടെ വളരെ പല സ്ട്രീംസിലുള്ള ആളുകളുണ്ട് അല്ലേ. ഈ IT-യിലുള്ള ആൾക്കാരുണ്ട്, എഞ്ചിനീയറിങ്ങിലുള്ള ആൾക്കാരുണ്ട്. നിങ്ങൾ ഏത് IT പോയാലും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് നിങ്ങൾക്കൊരു ടൈപ്പ്, സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സൊക്കെ ആയിട്ടുള്ള ടൈപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ തന്നെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട് ഈ IIT ബോംബെയിൽ. അതുകൊണ്ട് തന്നെ ഏറ്റവും നിങ്ങളുടെ പ്രിഫറൻസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക. അപ്പോൾ കഴിഞ്ഞ തവണ 5 റൗണ്ട് ഓഫ് സീറ്റ് അലോട്ട്മെൻ്റ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും എല്ലാ കോളേജുകളും പ്രിഫറൻസിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്തെങ്കിലും കൗൺസിലിങ്ങിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.